ഒരിക്കൽ കൂടി നമ്മൾ പൂരനഗരിയിലേക്ക് പോകുന്നു. അവിടെ ആനകളുടെ ഫിറ്റ്നസ് പരിശോധനയ്ക്ക് അല്പസമയത്തിനും തുടക്കമാകാൻ പോകുന്നു. മന്ത്രി കെ രാജൻ അടക്കമുള്ളവർ അവിടെ എത്തിയിട്ടുമുണ്ട്. ഈ ആന നമ്മുടെ നെയ്തലക്കാവിലമ്മയുടെ തിടമ്പേറ്റുന്ന എറണാകുളം ശിവകുമാറാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുകയാണ്, അങ്ങനെ വലിയ പ്രൗഢിയിൽ അങ്ങനെ നിൽക്കുകയാണ്. ഫിറ്റ്നസ് പരിശോധന തുടങ്ങുന്നുണ്ട്. നിഖിൽ പ്രമേഷ് ചേരുന്നു. നിഖിൽ, ഫിറ്റ്നസ് പരിശോധന തുടങ്ങുന്നതല്ലേ? മന്ത്രി ഒരു മേൽനോട്ടം എന്ന നിലയ്ക്ക് എത്തിയതല്ലേ? തീർച്ചയായിട്ടും. ഇപ്പൊ എല്ലാ ആനകളുടെയും ഫിറ്റ്നസ് നടക്കുമ്പോൾ മന്ത്രി അടക്കമുള്ളവർ ഉണ്ടായില്ല. അവരിപ്പോ ആദ്യം എറണാകുളം ശിവകുമാർ എന്ന നെയ്തിലക്കാവിലമ്മയുടെ തിടമ്പേറ്റുന്ന കൊമ്പന്റെ ഫിറ്റ്നസ് ആണ് നടന്നത്. രാജേട്ടാ, ഇപ്പൊ ശിവകുമാർ ഫിറ്റ് ആണല്ലോ അല്ലേ? അല്ല, അത് ഇവരുടെ പരിശോധന ആരംഭിക്കാനുള്ള ആദ്യ ടോക്കൺ കൊടുക്കലാണ്. ചിപ്പ് ഉപയോഗിച്ചുകൊണ്ട് നാട്ടാനയുടെ സാധാരണ കൊടുക്കുന്ന നിലവാരത്തിലുള്ള നമ്പർ എടുത്തു. ഈ പൂരവുമായി ബന്ധപ്പെട്ട് 93 ആനകളോളമാണ് ഇപ്പോൾ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടത്. ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ്. നാളെ രാവിലെ നെയ്തിലക്കാവ് ഭഗവതിയുടെ തിടമ്പ് വഹിക്കേണ്ട ആനയാണ് ശിവകുമാർ. അതുകൊണ്ട് ആദ്യം അവിടെ നിന്ന് തന്നെ തുടങ്ങുകയാണ്. ഇനി നാളെ സമയം ഉപയോഗിച്ചുകൊണ്ട് നാളെ രാത്രിയാകുമ്പോഴേക്കും എത്തിച്ചേരേണ്ട എല്ലാ ആനകളുടെയും സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക എന്നുള്ള പരിപാടിക്ക് വേണ്ടി വളരെ ശ്രദ്ധേയമായ വിധത്തിൽ നമുക്കെല്ലാം ശ്രദ്ധേയരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ, മൃഗസംരക്ഷണ വകുപ്പുമായി ബന്ധപ്പെട്ട് ആന പരിപാലന രംഗത്ത് ഏറ്റവും ശ്രദ്ധേയമായിട്ട് അറിയാൻ കഴിയുന്ന ആളുകളെല്ലാം എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പൊ ഇന്ന് തന്നെ ആരംഭിക്കുന്നത് കൊണ്ടുള്ളൊരു മെച്ചം, ഇന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ശിവകുമാറിനെയാണ് ആദ്യം എടുത്തത്. ഇന്നുകൊണ്ട് തന്നെ ആരംഭിക്കുന്നത് കൊണ്ടുള്ളൊരു മെച്ചം 93 ആനകളുടെയും വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നാളെ വൈകുന്നേരം ആകുമ്പോഴേക്കും, രാത്രിയാകുമ്പോഴേക്കും പൂർത്തിയാക്കാൻ കഴിയുമെന്ന് ടോക്കൺ അപ്പൊ ശിവകുമാറിന് കൊടുത്തു കഴിഞ്ഞു അല്ലേ? സാർ, പരിശോധന ഏതാണ്ട് പൂർത്തിയായോ? ഓക്കെയാണ്, ഒരു പ്രശ്നമില്ല. അതെ, ശിവകുമാർ ഫിറ്റ് ആണ്. അദ്ദേഹം ആദ്യം ഇത് നടത്തി കഴിഞ്ഞു, അതായത് പരിശോധനകൾ നടത്തി. ശിവകുമാർ എന്ന തെക്കേ ഗോപുരം നട തുറന്ന് നെയ്തിലക്കാവിലമ്മയുടെ തിടമ്പേറ്റി വരാൻ പോകുന്ന ശിവകുമാർ ഫിറ്റ് ആണെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. എന്താ അതിന്റെ ഭാഗമായിട്ടുള്ള ടോക്കൺ ഇതാണ്, 1-ാം നമ്പർ ടോക്കൺ. ഇവിടെ എഴുന്നള്ളിക്കുന്ന ആനകൾക്കുള്ള 1-ാം നമ്പറുള്ള ടോക്കൺ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റിന് ഔപചാരികമായിട്ട് കൈമാറുകയാണ്. ഇത് പതിച്ചിട്ടുള്ള, ഈ നമ്പർ പതിച്ചിട്ടുള്ള ആനകളായിരിക്കും. ഇതിപ്പോ ചെവിടിലാക്കും, കഴുത്തിലായിരിക്കും, കഴുത്തിലെ ചെയിനിലായിരിക്കും ഇത് രേഖപ്പെടുത്തുക. അപ്പോ സമ്പൂർണമായിട്ടും മൃഗസംരക്ഷണ വകുപ്പ് പരിശോധന നടത്തി ഉറപ്പിച്ച, ഫോറസ്റ്റ് എല്ലാം കൂടി ഉറപ്പിച്ച ആനകൾക്കായിരിക്കും ഈ നമ്പർ കിട്ടുക. ഇത് കിട്ടിക്കഴിഞ്ഞാൽ ധൈര്യമായിട്ട് എഴുന്നള്ളിക്കാം. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ആനയാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ആനയുടെ മുതലാളിയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. അപ്പൊ ദേവസ്വം ബോർഡിന് ഒരു നിയോഗം പോലെ കിട്ടിയ കൊമ്പനാണ് എറണാകുളം ശിവകുമാർ, നമുക്കറിയാം. അപ്പൊ ആ ശിവകുമാർ തന്നെയാണ് ഇത്തവണയും തിടമ്പേറ്റത്. 2 ചടങ്ങുകൾക്കും, പൂരവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട 2 ചടങ്ങുകൾക്കും ഈ ആന ഉണ്ട് എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. സുല്ലേട്ടാ, വീണ്ടും അങ്ങേ പൂരക്കാലത്ത് വീണ്ടും കാണാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം. അപ്പോ അങ്ങ് ഇറങ്ങുകയാണ് ഒരുമിച്ച്. അപ്പോ തെക്കേ ഗോപുരം നട തള്ളി തുറക്കേണ്ട ആളാണ് അദ്ദേഹം, ഈ ആന. നേരത്തെ തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ തള്ളി തുറന്ന ആ കാലം കഴിഞ്ഞു. ഇന്ന് കേരളത്തിലെ ഏറ്റവും സൗന്ദര്യമുള്ള ആന എന്ന് പറയുന്നത് ഈ ആനകളിൽ ഒന്ന് നമ്മുടെ ഇദ്ദേഹമാണ്, ഈ ആനയാണ്. അപ്പൊ ഈ ആന കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ആനയാണ്. ഇപ്പൊ അതിന്റെ എല്ലാ തരത്തിലുള്ള പരിശോധനയും കഴിച്ചു. ഡോക്ടർ ഗിരിദാസ് അടക്കമുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. നമ്മുടെ രാജൻ അതിന്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നൽകി കഴിഞ്ഞു. ഏകദേശം 93 ആനകളല്ലേ ഗിരിദാസ് ഡോക്ടറെ? 93 ആനകൾ അണിനിരക്കുന്നതാണ് എല്ലാ ദിവസങ്ങളിലുമായിട്ട്. അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട ഈ പൂരത്തിന്റെ അരങ്ങ് എന്ന് പറയുന്ന ആനകളുടെ സൗന്ദര്യമാണ്. ആ സൗന്ദര്യമുള്ള ആനകളിൽ ഏറ്റവും സൗന്ദര്യമുള്ള ആനകൾ വരുന്ന അണിനിരക്കുന്ന പൂരമാണ് തൃശൂർ പൂരം. അതിലെ രാജാവാണ് ഇവിടെ നിൽക്കുന്ന ആള്. അപ്പോ ഫിറ്റ്നസ് പരിശോധന ഇനിയിപ്പോ എങ്ങനെ തുടരും? ഓരോ ആനകളുടേതായിട്ട് പൂർത്തിയായിക്കൊണ്ടിരിക്കും. നാളെയും അത് തുടരും. അതിനുശേഷമായിരിക്കും ഒരു അന്തിമ ലിസ്റ്റ് രൂപപ്പെടുക. ഹാഷ്മി, ഓക്കെ. നിഖിൽ പ്രമേഷാണ് പൂരനഗരിയിൽ നിന്നും ആനകളുടെ ഫിറ്റ്നസ് പരിശോധന നടക്കുന്ന സ്ഥലത്ത് നിന്ന് ലൈവായി പ്രേക്ഷകരോട് കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ അവിടെ ഏതാണ്ട് പൂർണ്ണമായി പൂരം വൈബിലേക്ക് ഈ മണിക്കൂറുകളിൽ തൃശ്ശൂർ വീഴുകയുമാണ്. ഓക്കെ.